നമസ്കാരം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ തുടക്കം മുതൽ പറഞ്ഞു കേട്ട വാക്കാണ് മാഡം. ഒരു സ്ത്രീ തന്ന കൊട്ടേഷൻ എന്നാണ് ആദ്യം കേട്ടത്. പിന്നീടാണ് ദിലീപ് നൽകിയ കൊട്ടേഷൻ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. പൾസർ സുനി മാത്രമല്ല, ബാലചന്ദ്രകുമാറും കേസിലെ സ്ത്രീ സാന്നിധ്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആരാണ് ഈ സ്ത്രീ എന്ന് കാര്യമായ അന്വേഷണം നടന്നില്ല എന്നതാണ് കൗതുകകരം. ഇതേക്കുറിച്ച് കേസിൽ എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയുടെ വിധിന്യായത്തിലും ഇക്കാര്യത്തിൽ സംശയം ഉന്നയിക്കുന്നു. എന്തുകൊണ്ട് പോലീസ് ഇക്കാര്യം അന്വേഷിച്ചില്ല എന്നതായിരുന്നു സംശയം. സുനി ഫോണിൽ സംസാരിച്ചത് ശ്രീലക്ഷ്മി എന്ന സ്ത്രീയുമായിട്ടാണ്. എന്നാൽ ഇവർ ആരാണെന്ന് പോലീസ് വിശദമായി പരിശോധിച്ചില്ല. 1711 പേജുള്ള വിധിന്യായത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ദിവസം. നടിയെ ആക്രമിക്കുന്ന വേളയിൽ പൾസർ സുനി ഒരു സ്ത്രീയുടെ കൊട്ടേഷനാണ് എന്ന് പറഞ്ഞു എന്നായിരുന്നു പോലീസ് വ്യക്തമാക്കിയത്. ആദ്യ കുറ്റപത്രത്തിൽ 7 പേരാണ് പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേരും ഇവരെ രക്ഷപ്പെടാൻ സഹായിച്ച ഒരാളും. 6 പേർക്കാണ് കോടതി തടവ് ശിക്ഷ വിധിച്ചത്. ദിലീപ് ഉൾപ്പെടെയുള്ള ബാക്കി പ്രതികളെ വെറുതെ വിടുകയായിരുന്നു. സംഭവ ദിവസം സുനി ഫോണിൽ സംസാരിച്ചത് ശ്രീലക്ഷ്മി എന്ന സ്ത്രീയുമായിട്ടാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അന്ന് അന്വേഷിച്ചു വന്നില്ല. അതേസമയം കുറ്റകൃത്യം നടക്കുന്ന ദിവസം പോലും ഇവരുമായി സംസാരിക്കണമെങ്കിൽ സുനിക്ക് അത്ര അടുപ്പമുള്ള വ്യക്തിയായിരിക്കണം ഇത്. ഈ സ്ത്രീക്ക് കൃത്യം സംബന്ധിച്ച് നേരത്തെ അറിവുണ്ടായിരുന്നോ എന്നും പോലീസ് വിശദമായി അന്വേഷിച്ചില്ല. എന്തുകൊണ്ടാണ് അത്തരമൊരു അന്വേഷണം നടക്കാതെ പോയതെന്നാണ് കോടതി ഉയർത്തിയ ചോദ്യം. സുനിയുമായി അടുപ്പമുള്ള സ്ത്രീ എന്ന മട്ടിലാണ് പോലീസ് കണക്കാക്കിയത്. സ്ത്രീ സാന്നിധ്യം ആരാണ് എന്ന് ഉറപ്പിക്കാനും അവർക്ക് കേസിൽ ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കാനും പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. സംഭവം നടന്ന വേളയിൽ ഉയർന്നു കേട്ട മാഡം ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ്. എന്തായാലും ജയിലിൽ നിന്നുള്ള കത്തിൽ സ്ത്രീ തന്ന കൊട്ടേഷനാണ് എന്നാണ് സുനി ആദ്യം പറഞ്ഞത്. ജയിലിൽ നിന്ന് സുനി അയച്ച കത്തിൽ ദിലീപ് തന്ന കൊട്ടേഷൻ എന്ന മട്ടിലാണ് എഴുതിയത്. ഇതാണ് ദിലീപിനെ കേസിൽ പ്രതിയാക്കുന്നതിലേക്ക് നയിച്ചത്. എന്നാൽ സ്ത്രീ തന്ന കൊട്ടേഷൻ എങ്ങനെ ദിലീപ് തന്ന കൊട്ടേഷൻ എന്ന നിലയിലേക്ക് മാറ്റപ്പെട്ടു എന്നതും സംശയകരമായി. കോടതിയുടെ വിധിയിൽ ശ്രീലക്ഷ്മിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പോഴിതാ അങ്ങനെ ഒരാൾ ഉണ്ട് എന്ന് തന്നെ വേണം പറയാൻ. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അക്കാലത്ത് തന്നെ വിശദമായ അന്വേഷണം നടത്തിയിരുന്നുവെന്നും പലതവണ വിളിപ്പിച്ചിരുന്നുവെന്നും ശ്രീലക്ഷ്മിയുടെ ഭർത്താവ്. ശ്രീലക്ഷ്മിയെക്കുറിച്ച് വിധിന്യായത്തിൽ കോടതി നടത്തിയ പരാമർശം വാർത്തയായതിനു പിന്നാലെയാണ് യുവതിയുടെ ഭർത്താവ് പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നത്. കേസിൽ തന്റെ ഭാര്യയ്ക്ക് യാതൊരു പങ്കുമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. പൾസർ സുനിയുമായി നടത്തിയ ഫോൺ വിളിയുടെ പേരിൽ ശ്രീലക്ഷ്മിയെ ചുരുങ്ങിയത് 3-4 തവണ പോലീസ് വിളിപ്പിച്ചിരുന്നു എന്നാണ് ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് പ്രതികരിച്ചത്. തുടർന്ന് വിശദമായ മൊഴിയെടുത്തിരുന്നു. ശ്രീലക്ഷ്മിയുടെ ഫോണും അന്നേ പോലീസിന് കൈമാറിയിരുന്നു. ഇതുവരെ ഫോൺ തിരിച്ചു ചോദിച്ചിട്ടില്ല. പൾസർ സുനി ബസ് ഡ്രൈവർ ആയിരുന്നപ്പോൾ ശ്രീലക്ഷ്മിയുമായി സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു. കുറ്റകൃത്യം നടന്ന ദിവസം ഇന്നൊരു കാര്യം ചെയ്യുന്നുണ്ടെന്നും പ്രാർത്ഥിക്കണമെന്നും സുനി പറഞ്ഞിരുന്നു. ശ്രീലക്ഷ്മിയെ ഫോണിൽ പൾസർ സുനി വിളിച്ചാണ് ഇക്കാര്യം പറഞ്ഞത്. അത് എന്താണെന്ന് അറിയാനാണ് ആ രാത്രിയിലും സുനിയെ പലതവണ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തത്. എന്താണ് സംഭവമെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് ശ്രീലക്ഷ്മി പൾസർ സുനിയെ പലതവണ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തത്. എന്നാൽ അന്വേഷണത്തിൽ ഒന്നും ഇല്ലാത്തതിനാലാവാം പോലീസ് ഈ വിവരം കോടതിയിൽ എത്തിക്കാതിരുന്നതെന്നും ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് പ്രതികരിച്ചിട്ടുണ്ട്.